ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. കാറ്റും മഴയും ശക്തി പ്രാപിച്ചാൽ ഷൊർണൂർ ഗണേശഗിരി മുണ്ടമുകയിൽ സുബൈദയുടെയും ഭർത്താവ് സൈദലവിയുടെയും മനസ്സൊന്നു പിടയും. ഏതു നേരവും മഴയത്ത് നിലം പൊത്താവുന്ന ചുമരിനകത്താണ് ഇന്ന് ഇവരുടെയും മക്കളുടെയും ജീവിതം. കാറ്റും മഴയും ഒന്ന് ശക്തി പ്രാപിച്ചാൽ ഷൊർണൂർ ഗണേശഗിരി മുണ്ടമുകയിൽ സുബൈദയുടെയും ഭർത്താവ് സൈദലവിയുടെയും മനസ്സൊന്നു പിടയും. ഏതു നേരവും മഴയത്ത് നിലം പൊത്താവുന്ന ചുമരിനകത്താണ് ഇന്ന് ഇവരുടെയും മക്കളുടെയും ജീവിതം. ശക്തമായ മഴയിൽ വിണ്ടുകയറി നിൽക്കുന്ന ഏതു നേരവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് വീട്. നിലവിൽ വീടിന്റെ ചില ഭാഗങ്ങളിൽ ഓടുകളെല്ലാം തകർന്നിട്ടുണ്ട്. അടുത്ത കാറ്റിൽ മറ്റു ഭാഗങ്ങളിൽ കൂടി തകരുമോ എന്ന ആശങ്കയും ഇവർക്ക് വിട്ടുമാറുന്നില്ല. 90 വർഷം പഴക്കമുള്ള വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് വളരെ കുറവാണ്. കഴിഞ്ഞ 6 മാസം മുമ്പ് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സുബൈദ ഷൊർണൂർ നഗരസഭയിൽ അപേക്ഷ നൽകിയെങ്കിലും ഗുണമൊന്നും ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും തുക നൽകാതെ ജനപ്രതിനിധികൾ മറ്റു ആളുകൾക്ക് അത് നൽകിയെന്നാണ് സുബൈദയുടെ പരാതി. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും നഗരസഭയ്ക്കും പരാതി നൽകിയെങ്കിലും ഗുണമുണ്ടായില്ലെന്നും സുബൈദ പറയുന്നു. ഓട്ടോ ഡ്രൈവറായ മകന്റെ വരുമാനത്തിലാണ് ഇന്ന് കുടുംബം മുന്നോട്ടു പോകുന്നത്. വീടിന്റെ ശോചനീയാവസ്ഥ കണ്ട് കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഷൊർണൂർ നസ്രത്ത് ജുമാ മസ്ജിദ് പള്ളി കമ്മിറ്റിക്കാർ ഷീറ്റിട്ട് താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള പട്ടികയിൽ നിന്നും സുബൈദയുടെ പേര് ഒഴിവാക്കിയിട്ടില്ല എന്നും അടുത്ത ഘട്ടത്തിൽ തുക നൽകുമെന്നുമാണ് ഈ വിഷയത്തിൽ വാർഡ് കൗൺസിലർ പറയുന്നത്. ഈ മഴക്കാലത്തും ആദിയോടെ ആ വീട്ടിൽ സുബൈദയുടെയും കുടുംബത്തിന്റെയും ജീവിതം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.